കടുത്ത അതൃപ്തിയിൽ CPI. സംസ്ഥാന ബജറ്റിൽ CPIയിൽ കടുത്ത അതൃപ്തി. CPI മന്ത്രിമാരുടെ വകുപ്പുകളെ അവഗണിച്ചുവെന്നാണ് ആക്ഷേപം. വിഷയം അടുത്ത LDF യോഗത്തിൽ അവതരിപ്പിക്കാനാണ് CPI തീരുമാനം. ബജറ്റ് പാസ്സാകുന്നതിന് മുൻപ് പ്രശ്നം പരിഹരിക്കാനാണ് CPIM ശ്രമം. സപ്ലൈകോയിലുള്ള അവഗണനയിൽ ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് മുഖ്യമന്ത്രി GR അനിൽ പറഞ്ഞു. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങുകയാണ് സപ്ലൈകോ. ബജറ്റിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ വിഹിതം അനുവദിക്കാത്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. ഇത് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത സമീപനമെന്നാണ് നേതാക്കളുടെ പരാതി. അടുത്ത LDF യോഗത്തിൽ CPI വിഷയം ഉന്നയിക്കും. അതൃപ്തി പരിഹരിക്കാൻ CPIM നീക്കം തുടങ്ങി. മുന്നണിക്കകത്തും മന്ത്രിസഭയിലും വിഷയം സംസാരിക്കുമെന്നും ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി GR അനിൽ. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്ന്. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയാണ് സപ്ലൈകോ. വിൽപ്പന കുറവുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോ കണക്കെടുപ്പ് തുടങ്ങി. വരുമാനം കുറവുള്ള ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കനത്ത നഷ്ടമെന്നാണ് സപ്ലൈകോയുടെ നിലപാട്. സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ ജനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നില്ല. വാടകയും വൈദ്യുതി നിരക്കും വൻ ബാധ്യതയാണ് വരുത്തുന്നതെന്നും സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം. ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധം അറിയിക്കുമെന്ന് മന്ത്രി J. ചിഞ്ചുറാണിയും പ്രതികരിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 40% വിഹിതം വെട്ടിക്കുറച്ചുവെന്നാണ് മന്ത്രി പറഞ്ഞത്. ഗവൺമെൻറ് സാമ്പത്തിക ബുദ്ധിമുട്ട് നമുക്കറിയാം. ഇത്തവണ കുറച്ച് 8% ഓരോ വകുപ്പിൽ നിന്നും വെട്ടിക്കുറച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതുകൊണ്ട് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് മറ്റൊന്നും പറയുന്നില്ല. അത് ഞങ്ങളൊരു ചർച്ചയിലൂടെ പരിഹരിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. അതേസമയം കൃഷിവകുപ്പിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചുവെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. CPI മന്ത്രിമാർ പരാതി നൽകിയതിനെക്കുറിച്ച് അറിയില്ലെന്നും ആലപ്പുഴയ്ക്കും കൃഷിവകുപ്പിനും നല്ല പരിഗണനയാണ് ലഭിച്ചതെന്നും മന്ത്രി പറഞ്ഞു. അതിനകത്ത് വലിയ വസ്തുതയില്ല. നമുക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ കേരളത്തിൻ്റെ ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നിലനിൽക്കുന്നിടത്തോളം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ചും ചെയ്യാൻ കഴിയാത്ത പ്രതിസന്ധി ഉണ്ടാവും. വർധനവ് ചില മേഖലയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടിനെ അങ്ങ് തഴഞ്ഞു എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ല. മന്ത്രി GR അനിൽ ഒരു കത്ത് അയച്ചതായി അത് അദ്ദേഹത്തോടല്ലേ ചോദിക്കുന്നത്? ഇല്ല, എനിക്കറിയില്ല. മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയും റവന്യൂ മന്ത്രിയും എല്ലാം ഈ ഒരു അത്തരത്തിൽ അല്ല, അത് പിന്നെ ഓരോ തവണയും ബജറ്റൊക്കെ വരുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകൾ അവരുടെ അഭിപ്രായം പറയാറുണ്ട്. ബജറ്റിന് മുമ്പ് പറയാറുണ്ട്, ബജറ്റിന് ശേഷവും പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതിയാവും. അത് PA ഗിരീഷ് വിശദാംശങ്ങളുമായി. ഗിരീഷ്, 40% വിഹിതം വെട്ടിക്കുറച്ചു എന്നുള്ളതാണ് CPI മന്ത്രിമാരുടെ പരാതി. അതിപ്പോൾ ഏത് തരത്തിലേക്ക് പരിഹരിക്കപ്പെടുമെന്നതാണ് അവരുടെ പ്രതീക്ഷ? അതിനിടെ എന്തുകൊണ്ടാണൊരു ഭിന്നസ്വരം P. പ്രസാദിന്റെ ഭാഗത്തു നിന്ന് ഉയരുന്നത്? അനുജ, ഈ മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് അനുവദിച്ചിരിക്കുന്ന വിഹിതത്തെ വലിയ തരത്തിലുള്ള കുറവ് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ട്. ഇതിൽ CPI മന്ത്രിമാരാണ് ഇപ്പോൾ പരസ്യമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മറ്റു വകുപ്പുകളെയൊക്കെ അപേക്ഷിച്ച് ഭക്ഷ്യവകുപ്പിനാണ് ഏറ്റവും വലിയ ഒരു പരാതി ഉള്ളത്. കാരണം സിവിൽ സപ്ലൈസ് വകുപ്പിനും സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉൾപ്പെടെ നൽകാനുള്ള കോടികളുടെ കുടിശ്ശികയുണ്ട്. 1500ഓളം കോടി രൂപ ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കുടിശ്ശികയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിലുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു വാസ്തവം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CPI മന്ത്രിമാർ പ്രതിഷേധം അവരുടെ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോടൊപ്പം തന്നെ ധനമന്ത്രിയും കാണാനാണ് മന്ത്രിമാരുടെ തീരുമാനം. ഈ വിഷയം നിയമസഭയ്ക്ക് പുറത്ത് പരിഹരിക്കുന്നതിനുള്ള ഒരു നീക്കം CPIM നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി അടുത്ത ആഴ്ച ചേരുന്ന LDF യോഗം ഈ വിഷയം ചർച്ച ചെയ്യും. ഇതിനുശേഷം ബജറ്റ് നിയമസഭയിൽ പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ വകുപ്പുകൾക്ക് ഉചിതമായ തുക വകയിരുത്തിക്കൊണ്ടുള്ള ഒരു നടപടിക്കും CPIM നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ധനമന്ത്രി ഏത് തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുക എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം കൂടുതൽ വിഭവം എവിടുന്ന് സമാഹരിക്കും ഇതിനു വേണ്ടി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്രശ്നമായി നിൽക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു ഭിന്നസ്വരം CPIയിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു.
കൃഷിമന്ത്രി പി പ്രസാദ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. തന്റെ വകുപ്പിനും അതോടൊപ്പം തന്നെ ആലപ്പുഴ ജില്ലയ്ക്കും ഉചിതമായിട്ടുള്ള തുക വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി പി പ്രസാദ് പറയുന്നത്. അതേസമയം തന്നെ മന്ത്രിമാരായ ജെ ചിഞ്ചുറാണിയും അതോടൊപ്പം തന്നെ GRNലും എല്ലാം ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ പ്രതിഷേധം പരസ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗിരീഷ്, ഇതിൽ സപ്ലൈകോയ്ക്ക് കൂടുതൽ തുക അനുവദിക്കാത്തത് പല ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. അപ്പോൾ അത് ഗൗരവത്തോടെ തന്നെ ധനമന്ത്രി പരിഗണിക്കുമെന്ന് കരുതാമോ? അനുജ, ഈ വിഷയം വളരെ ഗൗരവവും അതോടൊപ്പം തന്നെ സങ്കീർണവുമായി തന്നെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ കുറെ നാളുകളായി സപ്ലൈകോയ്ക്ക് നൽകാനുള്ള തുകയുണ്ട്. സബ്സിഡി സാധനങ്ങൾ നൽകിയ വകയിൽ ഏതാണ്ട് 800 കോടിയിലധികം രൂപയാണ് സപ്ലൈകോയ്ക്ക് ഇപ്പോൾ സർക്കാർ നൽകാനുള്ളത്. ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി സപ്ലൈകോയ്ക്ക് ഉണ്ടായിരിക്കുന്നു. കരാറുകാർക്ക് കുടിശ്ശിക തുക നൽകാത്തതിനെ തുടർന്ന് ഇവർ കരാറിൽ നിന്ന് പിന്മാറുന്ന ഒരവസ്ഥ, ടെൻഡറിൽ പങ്കെടുക്കാതിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഒട്ടുമിക്ക ഔട്ട്ലെറ്റുകളിലും സബ്സിഡി സാധനങ്ങൾ എല്ലാം തന്നെ തീർന്നിരിക്കുന്ന ഒരവസ്ഥ. സബ്സിഡി ഇതര സാധനങ്ങളുമായി മാത്രമാണ് ഇപ്പോൾ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ കച്ചവടം നടത്തുന്നത്. ഇതാണ് സപ്ലൈകോയ്ക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ജനങ്ങൾ ഈ ഔട്ട്ലെറ്റുകളിലേക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ സബ്സിഡി ഇതര സാധനങ്ങളും വിൽക്കാൻ കഴിയുന്നില്ല. ഒരു കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് സപ്ലൈകോ അനുഭവിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഔട്ട്ലെറ്റുകൾ അടച്ചിടാനുള്ള സപ്ലൈകോയുടെ തീരുമാനം വന്നിരിക്കുന്നത്. ഇതിൽ വിറ്റുവരവ് ഏറ്റവും കുറവുള്ള ഔട്ട്ലെറ്റുകൾ അടച്ചിടാനാണ് ഇപ്പോൾ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നതും നടപടി തുടങ്ങിയതും. അനുജ, ശരി, CPI മന്ത്രിമാരാണ് അതൃപ്തിയുമായി രംഗത്തെത്തിയത്. ബജറ്റിൽ വിഹിതം വെട്ടിക്കുറച്ചു എന്നതാണ് പരാതി.